വെറും മോശം. കാരണം ഞാൻ BJP യിലാണെന്ന് പറഞ്ഞ് എനിക്ക് കൂടുതൽ സുഹൃത്തുക്കളുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലും ആയിരിക്കും. അപ്പോൾ പണം കൊണ്ടുപോയി പിടിക്കപ്പെടുമ്പോൾ ഏതൊരു പിടിക്കപ്പെട്ട ആളും തെറ്റ് ചെയ്താലും അവർ രക്ഷപ്പെടാൻ ശ്രമിക്കും. പോലീസ് എന്ന് പറയുമ്പോൾ അതൊരു സേനയാണ്, അവർ നമ്മളെ സംരക്ഷിക്കുന്നവരാണ്. അവരിൽ നിന്ന് നമ്മൾ പലപ്പോഴും ഒരു സുരക്ഷിതത്വവും ന്യായവും എല്ലാം പ്രതീക്ഷിക്കും. വാശി പോലെ തോന്നുന്നു. കാരണം ജാമ്യം പോലും, അതായത് മുൻകൂർ ജാമ്യം പോലും എടുക്കാൻ പറ്റാത്ത രീതി ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാം, ഇന്ന് നാളെയൊക്കെ അവധിയാണ്. ഇവരെ ഒന്ന് അകത്താക്കണമെന്ന് തീരുമാനിച്ചൊരു ആളിറങ്ങിയിരിക്കും. മോൾക്ക് അവരെ ഇഷ്ടമാണ്, വിശ്വാസമാണ്. പക്ഷേ ഇത്രയും വലിയൊരു സംഖ്യ കൊണ്ടുവന്ന് മോളും വിചാരിക്കും. പക്ഷേ ഇടയ്ക്ക് ഒന്ന് രണ്ട് ചെറിയ കേസിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രമാത്രം ടേൺ ഓവർ വരികയും ഇത്രയും പൈസ അതുകൊണ്ടാണ് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയത്. ഇത്രയും എവിഡൻസ് ഇരുന്നിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു എവിഡൻസ് പോലും അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം അവരെ കെട്ടിയിട്ടുന്നോ തട്ടിക്കൊണ്ടുപോയതാ കാറി വന്നിറങ്ങുന്നുണ്ട്. ഇല്ല, മുൻപ് ഭീഷണി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവരൊക്കെ നമ്മളുമായിട്ട് വളരെ സ്നേഹത്തിൽ പോകുന്ന ആൾക്കാരാണ്. മോള് സ്റ്റാഫുകളെ എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യുന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം കാണണമെങ്കിൽ നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നവരാണെങ്കിൽ ഇവരുടെ കല്യാണത്തിന് ശേഷം ഓരോ ചടങ്ങുകളിലും ഈ മക്കളുടെ സൈഡിൽ നിൽക്കുന്ന 3 കുട്ടികൾ ഇവരാണ്. അല്ല, അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് ക്ലിയർ ആയിട്ട് എവിഡൻസ് കിട്ടി ഈ സ്ഥാപനത്തിൽ നിന്ന് പണം കൊണ്ടുപോയിരിക്കുന്നു. അപ്പോൾ പണം കൊണ്ടുപോയി പിടിക്കപ്പെടുമ്പോൾ ഏതൊരു പിടിക്കപ്പെട്ട ആളും തെറ്റ് ചെയ്താലും അവർ രക്ഷപ്പെടാൻ ശ്രമിക്കും. അതിൻ്റെ ശ്രമഫലമായിട്ട് നമ്മൾ പരാതി കൊടുത്തു, അതിനൊരു കൗണ്ടർ കേസ് കൊടുക്കും. അപ്പോൾ ഇന്ന് സമൂഹത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിൽ തിരിച്ചറിയപ്പെടുന്നവർ, അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയിൽ രാഷ്ട്രീയത്തിൽ വന്ന് 36 വർഷമാകുന്നു. എൻ്റെ മക്കളും ഇതുപോലെ സ്ക്രീനിൽ വരുന്നവരാണ്. അപ്പോൾ ഈ സ്ക്രീനിൽ വരുന്നവർ അല്ലെങ്കിൽ കുറച്ച് അറിയപ്പെടുന്നവരാണെങ്കിൽ അവർ പെട്ടെന്ന് പേടിച്ച് പിൻവാങ്ങും എന്നൊരു തോന്നലുള്ളതുകൊണ്ട് അവർക്കെതിരെ എന്ത് ആരോപണം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, എതിർക്കുന്നവരുണ്ടാവും. ഈ എതിർക്കുന്നവർ ചിലപ്പോൾ ഇവരുടെ കൂടെ നിൽക്കുകയും ചെയ്യും. അതൊന്നും തെറ്റല്ല, ഇതൊക്കെ ഭൂമിയുടെ ഒരു രീതി അതാണ്. പക്ഷേ ഇതിനകത്തൊരു തകരാറ്, ജനങ്ങൾ എന്തോ ചെയ്തോട്ടെ അല്ലെങ്കിൽ തെറ്റ് ചെയ്തോട്ടെ, പോലീസ് എന്ന് പറയുമ്പോൾ അതൊരു സേനയാണ്, അവർ നമ്മളെ സംരക്ഷിക്കുന്നവരാണ്. അവരിൽ നിന്ന് നമ്മൾ പലപ്പോഴും ഒരു സുരക്ഷിതത്വവും ന്യായവും എല്ലാം പ്രതീക്ഷിക്കും. ഇപ്പോഴും പോലീസിനെ പറ്റി എനിക്ക് അതേ പറയാനുള്ളൂ. സർക്കാരുകൾ ഏത് സർക്കാർ ഭരിച്ചാലും അതിൽ അവരെ പറ്റിയൊക്കെ എനിക്ക് നല്ല അഭിപ്രായം. പക്ഷെ എന്ത് പറ്റുന്നു, ഇന്നിപ്പോൾ ഇതിനകത്ത് ഒരു പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥൻ്റെ താല്പര്യം പോലെ തോന്നുന്നു ഈ കേസിൽ നമുക്കെതിരെ ഇങ്ങനൊരു നടപടി എടുക്കാനും. വാശി പോലെ തോന്നുന്നു. കാരണം ജാമ്യം പോലും, അതായത് മുൻകൂർ ജാമ്യം പോലും എടുക്കാൻ പറ്റാത്ത രീതി ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാം, ഇന്ന് നാളെയൊക്കെ അവധിയാണ്. ഇവരെ ഒന്ന് അകത്താക്കണമെന്ന് തീരുമാനിച്ചൊരു ആളിറങ്ങിയിരിക്കുന്നു. ഇത് മുകളിൽ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. കാരണം ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു. എൻ്റെ എല്ലാ കാര്യങ്ങളും തെളിവ് സഹിതം അവർക്ക് മനസ്സിലായി. എനിക്ക് ഏറ്റവും ആശ്വാസകരമായ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഉറപ്പ് അവരുടെ ഭാഗത്തുനിന്നും ഒരു കാരണവശാലും നിങ്ങൾ ഭയക്കണ്ട എന്നാണ് പറഞ്ഞത്. ഇത് 3 കുട്ടികളുണ്ട്. ഇതിൽ ഒരു കുട്ടി 1.5 കൊല്ലം മുമ്പ് വന്നതാണ്. അതിനുശേഷം വേറെ പലരും വരുമ്പോൾ ഈ കുട്ടി അവരെ ഒന്നും ഇരുത്തി പൊറപ്പിക്കില്ല. അങ്ങനെ ബിസിനസ് കൂടിയപ്പോൾ ഈ കുട്ടി പറഞ്ഞ പ്രകാരം ഇവരുടെ ബന്ധുവും സ്വന്തക്കാരും അയൽവാസികളായ 2 പേരാണ് കൂടെ കൊണ്ടുവന്നത്. അവരും നല്ലപോലെ ജോലി എടുക്കുന്നവരായിരുന്നു. മോൾക്ക് അവരെ ഇഷ്ടമാണ്, വിശ്വാസമാണ്. പക്ഷേ ഇത്രയും വലിയൊരു സംഖ്യ കൊണ്ടുവന്ന് മോളും വിചാരിക്കും. പക്ഷേ ഇടയ്ക്ക് ഒന്ന് രണ്ട് ചെറിയ കേസിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു, മക്കളെ ഒരു ഫ്രോഡ് കാണിച്ചവരെ വെക്കരുത്. അപ്പോൾ അച്ഛാ അങ്ങനെയല്ല അച്ഛാ, പൈസ ആവശ്യം വന്ന് കാണും, ഇങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു നേച്ചറായിപ്പോയി മോള്. വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ 69 ലക്ഷത്തിലധികം രൂപയാണ് പോയിരിക്കുന്നത്. 9 മാസം കൊണ്ടാണ്. എത്ര മാസം കൊണ്ടാണ്? എന്താണെന്ന് വെച്ചാൽ അവളുടെ ബിസിനസ്സിന് നല്ല ടേൺ ഓവർ വന്നു, അസാധ്യമായിട്ട്. അവൾ പോലും ഈ ബിസിനസ് ചെറുതായിട്ട് തുടങ്ങി. അതുകൊണ്ടാണ് അവളുടെ ഓഫീസ് ഉണ്ടാ അറിയാം, ചെറിയ ഓഫീസ്. രണ്ടാമത് ഇപ്പോഴാണ് ഒരു ഗോഡൗൺ തന്നെ എടുക്കുന്നത്. സ്റ്റോക്ക് ചെയ്യാൻ സ്ഥലമില്ല. കാരണം എന്തോ എവിടെയോ, ഞാൻ എപ്പോഴും പറയും, എൻ്റെ ഒരു അനുഗ്രഹമാണ്. നമ്മൾ കേരളത്തിൽ ജനിച്ചു വളർന്നു. ഞാനൊരു വലിയ സൂപ്പർ സ്റ്റാർ ഒന്നും അല്ലായിരുന്നു, എന്നാൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു നടനായിപ്പോയി. പ്ലസ് രാഷ്ട്രീയത്തിൽ വരുന്നു. ഞങ്ങളുടെ കുടുംബത്തിനോട് അസാമാന്യമായൊരു സ്നേഹവും വിശ്വാസവും ഇവിടെ നിന്നുണ്ട്. ഇതൊന്നും സ്വയം പറയുന്നതല്ല, അനുഭവത്തിൽ എന്ന് പറയും. കാരണം അതുകൊണ്ടാണ് മകളിങ്ങനെ ബിസിനസ് തുടങ്ങുന്നു. ഇത് ഭീമയും മറ്റൊന്നുമല്ല, ഇതൊരു ചെറിയ സ്ഥാപനമല്ല, അത് ഇമിറ്റേഷൻ ഗോൾഡ്. ഇത്രമാത്രം ടേൺ ഓവർ വരികയും ഇത്രയും പൈസ അതുകൊണ്ടാണ് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയത്. ഞങ്ങൾ പരാതി കൊടുത്തതിന് ശേഷം അതിൻ്റെ അടുത്ത ദിവസം രാത്രിയാണ് ഇതിൽ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് വിളിച്ചിട്ട് മോശമായിട്ട് സംസാരിക്കുന്നത്. അതും ഇവരുടെയൊക്കെ തെറ്റ് പറ്റുന്നുണ്ടെന്നറിയോ. ഒരു ഗർഭിണിയായ സ്ത്രീയെ ഒന്ന് പേടിപ്പിച്ചാൽ പേടിച്ചു. 9 മാസം ഒരു കുഞ്ഞിനെ ചുമന്ന് പ്രസവിക്കാൻ ഒരു സ്ത്രീക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഇത്തരം വിരട്ടം നടക്കത്തില്ല. അത് അവരുടെ പുരുഷന്മാരിലെ ചിലരുടെ തെറ്റിദ്ധാരണയാണ്. അങ്ങനെയാണെന്ന് വിരട്ടി നോക്കിയത്. പക്ഷെ ആ വിരട്ടാണ് ഇവർക്ക് വിനയായത്. അതുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുത്തു. അതുവരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടില്ല. ഇവരിവിടെ വന്നപ്പോഴും ഇവർ പൈസ കൊണ്ട് തന്നു. ഇവരൊരു 8,20,000 രൂപ കൊണ്ട് തരുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാക്കി പൈസയ്ക്ക് ഒത്തുതീർപ്പിന് കൂടെ അല്ല, ഞങ്ങൾ പരാതിപ്പെട്ടിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം ഞങ്ങൾ പരാതി കൊടുക്കുന്നു, പിന്നെ അവർ കൗണ്ടർ പരാതി കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തെളിവുകളെല്ലാം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പ്രതീക്ഷയുണ്ട് അല്ലേ? പ്രതീക്ഷ അങ്ങനെ മാത്രമല്ല. ഇപ്പം നമുക്ക്
നമ്മുടെ ഇരിക്കുന്ന എല്ലാത്തിലും ഫോർ എക്സാമ്പിൾ പണം പോയി, പോലീസ് ബാങ്കിൽ പോയി സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ പോലീസിന് ക്ലിയർ ആവും. 2 വീഡിയോ എവിഡൻസ്, അതായത് പൈസ എടുക്കുന്നത്, കുറ്റം സമ്മതിക്കുന്നത്, ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, പോയിരിക്കുന്നത്, ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുന്നത്, അത് പോലീസ് തന്നെ പോയി കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും എവിഡൻസ് ഇരുന്നിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു എവിഡൻസ് പോലും അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം അവരെ കെട്ടിയിട്ടുന്നോ തട്ടിക്കൊണ്ടുപോയതാ, കാറി വന്ന് ഇറങ്ങുന്നുണ്ട്, പോകുന്നുണ്ട്, ആരും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് സംസാരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, എവറിത്തിങ് വീഡിയോ ഉണ്ട്. നിയമപരമായി മുന്നോട്ട് പോകും. അല്ല, നമുക്ക് വേറെ വഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അകത്താക്കണമെന്ന് വന്നാൽ എനിക്ക് എൻ്റെ കാര്യത്തെക്കാൾ നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കും. ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ ഞാനും ശ്രമിക്കും. ഈ സ്റ്റേഷനിൽ നിന്നുണ്ടായ മോശാനുഭവത്തെ പറ്റി കൂടെ ഞാൻ എപ്പോഴും പറയുന്നറിയോ, ഇതിന് മൊത്തം ഒരു മാറ്റം വരേണ്ട സമയമായി. കാരണം സമൂഹം തന്നെ ഇനി മെച്ചൂർഡായിട്ട് സംസാരിച്ചു തുടങ്ങണം. കാരണം നമ്മൾ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്തിനൊരാൾ സ്റ്റേഷനിൽ പോകുന്നത് അവർക്കൊരു ന്യായം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് എനിക്ക് ഫേവറായിട്ട് അന്വേഷിക്കണം ഒന്നും ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ന്യായമായ അന്വേഷണം നടത്തിയിട്ട്, നിഷ്പക്ഷമായ അന്വേഷണം നടത്തി. കാരണം CA ആണ് ആ സ്റ്റേഷൻ്റെ ചുമതലയും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ CA ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ എല്ലാവരെയും ഏറ്റവും നല്ല രീതിയിൽ അങ്ങോട്ട് വിഷ് ചെയ്ത്, ഏത് വലിയ ഉദ്യോഗസ്ഥനോ ചെറിയ ഉദ്യോഗസ്ഥനോ ചെറിയ ആൾക്കാരോ സാധാരണ ആൾക്കാരോ ഒന്നുമില്ല, എല്ലാവരോടും ഏറ്റവും മാന്യമായി പെരുമാറുന്ന വ്യക്തി. ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് സുഖകരമല്ലാത്ത പെരുമാറ്റം തന്നെയായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെ പറയില്ലായിരുന്നു. പക്ഷേ ഇത്രയും വഷളായ സ്ഥിതിക്ക് ഇനിയെല്ലാം പറയണം. കാരണം നമ്മൾ മൂടി വെച്ചാൽ നമ്മളെന്തോ കള്ളം പറഞ്ഞ പോലെയാവും. രാഷ്ട്രീയമായ കാരണങ്ങൾ തന്നെ ആയിരിക്കും ആ ഒരു പെരുമാറ്റത്തിൻ്റെ കാരണം. രാഷ്ട്രീയമായിക്കോട്ടെ, ആണെങ്കിൽ പോലും ഞാൻ ചോദിക്കട്ടെ, യൂണിഫോമിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഒരു തരത്തിലും ബയസ്ഡായിട്ട് പെരുമാറാൻ പാടില്ല. മാത്രമല്ല, എന്ത് രാഷ്ട്രീയം ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമീപിക്കുന്നു. അദ്ദേഹം ഇടതുപക്ഷത്ത് നിന്ന് ജയിച്ചു വന്നതല്ലേ, ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏത് ഉദ്യോഗസ്ഥരെ കാണാൻ പോയാലും ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അതൊക്കെ വെറും മോശം. കാരണം ഞാൻ BJP-യിലാണെന്ന് പറഞ്ഞ് എനിക്ക് കൂടുതൽ സുഹൃത്തുക്കളുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലും ആയിരിക്കും. രാഷ്ട്രീയത്തിന് നമ്മുടെ വേദികളിൽ പ്രസംഗിക്കുക അല്ലെങ്കിൽ വല്ലയിടത്തും നമ്മൾ അല്ലാതെ ഏതെങ്കിലും നേതാക്കൾ വ്യക്തിപര വൈരാഗ്യമുണ്ടോ? ഈ പണ്ട് സിനിമയിലൊക്കെ ശ്രീനിവാസൻ പറഞ്ഞിട്ടില്ല, ഏതെങ്കിലും നേതാക്കൾ കുത്തിച്ചത്തിട്ടുണ്ട് അസംബ്ലിക്കകത്തിരിക്കുമ്പോൾ. അവരൊരുമിച്ചിരുന്ന് കഴിക്കുന്നു, ചിരിക്കുന്നു, തമാശ പറഞ്ഞ് ഇവരുടെയൊക്കെ മക്കളുടെ കല്യാണത്തിന് എല്ലാവരും വരുന്നു. അന്ധരാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, അന്ധരയുള്ളവർ. കാരണം സൊസൈറ്റിയിൽ പ്രത്യേകിച്ച് പോലീസുകാർ, എനിക്ക് പോലീസുകാരുടെ അങ്ങേറ്റം ഇഷ്ടമാണ്. കാരണം ഞാൻ എവിടെ എന്ത് ആവശ്യത്തിന് പോയിട്ടും എൻ്റെ വ്യക്തിപരമല്ലാത്ത കാര്യങ്ങൾക്ക്, രാഷ്ട്രീയത്തിലിരിക്കും മറ്റുള്ളവർ, എല്ലാ പോലീസുകാരും വഴിവിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട് ആ ഓരോ കേസിലും. നോക്കി പെരുമാറണം. അബ്സല്യൂട്ട്ലി. കാരണം പോലീസുകാർക്ക് മനസ്സിലായി ഏതാണ് ന്യായം. അങ്ങനെയാണ് നമ്മൾ. എൻ്റെ അച്ഛൻ യൂണിഫോമിൽ ഇരുന്ന ആളാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും യൂണിഫോമിനെ റെസ്പെക്ട് ചെയ്യുന്നത്, അതിനകത്തെ വ്യക്തിയല്ല. അത് മനസ്സിലാക്കാത്ത പോലീസുകാർ സേനയ്ക്ക് ഡാമേജാണ്. എന്തിനാ ഈ മന്ത്രിസഭയ്ക്ക് ഞാൻ പറയില്ലേ, വേറെ മന്ത്രിസഭ, ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയുടെ അല്ല മന്ത്രിസഭ, പക്ഷേ എൻ്റെ മുഖ്യമന്ത്രി, എൻ്റെ ആഭ്യന്തരമന്ത്രി എന്നല്ലേ പറയാൻ പറ്റൂ. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നെല്ലാം ഏറ്റവും നല്ല അതൊക്കെയാണ് ഇവർ ഉദ്യോഗസ്ഥർ കണ്ടുപിടിക്കേണ്ടത്. എന്തായാലും നന്മ പ്രതീക്ഷിക്കുന്നു. എല്ലാ പത്രമാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി കേട്ടോ സഹകരണത്തിന്.